മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനും മുൻ സ്പീക്കർ എ.എൻ. ഷംസീറിനുമെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കെ.ബി. ഗണേഷ് കുമാർ ഒരു പരനാറിയാണ്. ജീവിതത്തിൽ യാതൊരുവിധ വ്യക്തി ശുദ്ധിയുമില്ലാത്ത ഒരു ആളാണ്. സാമ്പത്തിക കാര്യങ്ങളിലും സ്ത്രീ വിഷയങ്ങളിലും ഒട്ടും കൊള്ളരുതാത്തവനാണ് അയാൾ. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ചതിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്തതിനാണ് ഗണേശന് ഇടതുപക്ഷം മന്ത്രിസ്ഥാനം നൽകിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയും. എസ്.എൻ. ട്രസ്റ്റ് വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഈ രൂക്ഷമായ വിമർശനമുണ്ടായി. മുൻ സ്പീക്കറായിരുന്ന എ.എൻ. ഷംസീർ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, മുസ്ലിം ലീഗിന്റെ മനസ്സുള്ള ഒരാളാണ്. പിണറായി വിജയനെ പോലുള്ള നേതാക്കൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഇപ്പോൾ കാണുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. എന്നാൽ മുൻ സ്പീക്കർ എ.എൻ. ഷംസീർ ചുളുവിൽ നേതാവായ ഒരുത്തൻ മാത്രമാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. സഖാക്കൾ സുഖിച്ച് നടന്നതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് കേരളത്തിൽ മൂന്നാം തവണയും അധികാരം നേടാനുള്ള അവസരം നഷ്ടമായതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അധികാരമോഹികളായ കമ്മ്യൂണിസ്റ്റുകാരും ഭരണ സംവിധാനത്തിലെ പുഴുക്കുത്തുകളുമാണ് ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും തോൽപ്പിച്ചത്. നേതാക്കൾക്കുണ്ടായ ധിക്കാരവും ധാർഷ്ട്യവും പരാജയത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. പിണറായി വിജയന്റെ ഓഫീസിലെ ഏറ്റവും വലിയ പുഴുക്കുത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയാണ്. എസ്.എൻ.ഡി.പിക്കെതിരായ കേസുകളിൽ ഇടപെട്ട് പി ശശി നിരന്തരം പാരകൾ വെക്കുകയായിരുന്നു. മുൻപ് നായനാരുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്തും ശശി ഇങ്ങനെയുള്ള പല വൃത്തികേടുകളും ചെയ്തിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നു. ഗണേശനും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എസ്.എൻ. ട്രസ്റ്റ് വാർഷിക പൊതുയോഗത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. ഗണേഷ് കുമാർ വ്യക്തി ശുദ്ധിയില്ലാത്ത ആളാണെന്നും പരനാറിയാണെന്നും വെള്ളാപ്പള്ളി എടുത്തു പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങളിലും സ്ത്രീ വിഷയങ്ങളിലും അദ്ദേഹം ഒട്ടും കൊള്ളരുതാത്ത ഒരുത്തരാണ്. പിണറായിയെ നേരിട്ട് എതിർക്കാൻ മടിയുള്ളത് കൊണ്ടാണ് പല ആളുകളും തനിക്കെതിരെ തിരിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ തങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്തു തന്നിട്ടില്ലെങ്കിലും താൻ ഒരിക്കലും അദ്ദേഹത്തെ തള്ളിപ്പറയുകയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എസ്.എൻ.ഡി.പിക്കെതിരായ കേസുകളിൽ ഇടപെട്ടുകൊണ്ടാണ് പി ശശി നിരന്തരം പാരകൾ വച്ചത്. മുൻപ് നായനാരുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്തും ശശി ഇതേപോലെ പല വൃത്തികേടുകളും എസ്.എൻ.ഡി.പിക്കെതിരെ ചെയ്തിട്ടുണ്ടെന്നും മദ്യവ്യവസായിയായിരുന്ന മണിച്ചനെ തെണ്ടിച്ചത് പി ശശിയാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. എസ്.എൻ.ഡി.പി യോഗത്തിനെതിരെ നിലവിൽ നടക്കുന്ന സമരങ്ങൾക്ക് പിന്നിൽ മുസ്ലിം ലീഗാണുള്ളത്. അതിനായി മുസ്ലിം ലീഗ് വലിയ തോതിൽ പണം മുടക്കുന്നുമുണ്ട്. ലീഗിനെ പേടിച്ച് ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. മതം പറഞ്ഞവരെല്ലാം ഇവിടെ മന്ത്രിമാരായി മാറുകയാണ്. മതേതരത്വം പറഞ്ഞു കിടന്ന ഈഴവർ ഒരിടത്തും എത്തിയിട്ടില്ലെന്നും ഇനി 100 കൊല്ലം കഴിഞ്ഞാൽ പോലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ മുന്നണിയിലും ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറയും. നേരത്തെയും ഗണേഷ് കുമാറിനെ വെള്ളാപ്പള്ളി ചീത്ത വിളിച്ചിരുന്നു. ഗണേഷ് കുമാർ ഒരു ഭൂലോക ചതിയനാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെ ചതിയുടേതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. എന്നാൽ ദൈവനാമമായ തന്റെ പേര് ഇടയ്ക്കിടെ പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് മോക്ഷം കിട്ടുമെന്ന് ഗണേഷ് കുമാർ തിരികെ പരിഹസിക്കുകയും ചെയ്തിരുന്നു.